ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 57 മുതൽ 62 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം അത് വേറിട്ടതാണ് എന്ന് മറ്റ് ഗുരുക്കന്മാരും ശിഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഈ ലോകത്തിൻ്റെ ശിഷ്യ ഗുരു ബന്ധത്തിൻ്റെ കണക്കൂട്ടലുകൾക്കുമെല്ലാം അപ്പുറത്താണ് എന്ന് തിരുവചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ദൈവവിളി അല്ലെങ്കിൽ ശിഷ്യത്വം എന്ന് ഉദ്ദേശിക്കുന്നത് അത് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ഉൾക്കൊള്ളുവാൻ വിളിക്കപ്പെട്ട എല്ലാ വ്യക്തികളും തയ്യാറാകണം. എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ സമ്പത്ത് കൊണ്ടോ എൻ്റെ സാധ്യതകൾ കൊണ്ടോ നേടിയെടുക്കാവുന്ന ഒരു കാര്യമല്ല പൗരോഹിത്യമോ സന്യാസ ജീവിതമോ ഒന്നും. ഇത് ഈശോ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന 2-3 പ്രത്യേക വചനഭാഗമാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ട് ഈശോ പറഞ്ഞത് തന്നെ അനുധാവനം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടവർ പലരും അവിടെ അവനെ അനുധാവനം ചെയ്യാൻ മടിക്കുന്നത് നമ്മൾ വചനത്തിൽ കാണുമ്പോൾ ഈശോ കൊടുക്കുന്ന ചില ശക്തമായ നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ നമ്മളെ അമ്പരിപ്പിക്കുന്നതാണ്. ഈശോയുടെ പിന്നാലെ വരാൻ ആഗ്രഹിച്ചവനോട് ഒരുപക്ഷെ അവൻ്റെ ദൈവവിളിയുടെ ആഴം കൃത്യമായി തിരിച്ചതുകൊണ്ടോ അവൻ്റെ സ്വാർത്ഥതയുടെ ഒരു ഭാവത്തെ മനസ്സിലാക്കിയതുകൊണ്ടോ ഒക്കെ ആകാം. ഈശോ പറഞ്ഞു, ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുണ്ട്, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന് തലചായ്ക്കാൻ ഭൂമിയിൽ ഇടമില്ല. വളരെയേറെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട, വളരെയേറെ ആർജവത്തോടെ കടന്നു ചെല്ലേണ്ട ഒരു വിളിയുടെ ജീവിതമാണ് തൻ്റെ ശിഷ്യത്വമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ രണ്ടാമത് ഒരുവനെ ക്ഷണിക്കുമ്പോൾ അവൻ പറയുന്നത്, ഞാൻ വീട്ടിൽ പോയി എൻ്റെ കുടുംബാംഗങ്ങളോട് വിട പറയാൻ എന്നെ അനുവദിക്കണം. ഈശോ കൊടുത്ത ഉത്തരം നമ്മളെ ഞെട്ടിക്കും ഉറപ്പാണ്. കലപ്പയിൽ കൈവച്ചിട്ട് പിറകോട്ട് തിരിഞ്ഞു നോക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നീ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുൻപിൻ നോക്കാതെ നിന്റെ ബന്ധങ്ങളും ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകളും നിന്നെ ഒതുക്കിയിടാതെ സ്വതന്ത്ര മനസ്സോടെ വ്യക്തമായ അവബോധത്തോടെ തന്നെ അനുധാവനം ചെയ്യണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. പിന്തിരിഞ്ഞു നോട്ടം അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. Once a disciple is always a disciple. അവനിൽ നിന്ന് മാറി അകലാൻ അവന് സാധിക്കരുത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ മറ്റൊരുവനോട് കൂടെ പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കണം. അവൻ പറഞ്ഞത്, എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിക്കണം. പിതാവ് മരിച്ച വീട്ടിൽ കിടക്കുകയാണ് എന്ന അർത്ഥത്തിലല്ല. അവൻ പ്രായമായി കഴിയുമ്പോൾ ഒരു മകൻ എന്ന നിലയിലുള്ള തൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിറവേറ്റിയിട്ട് യേശുവിൻ്റെ പിന്നാലെ ഞാൻ വരാം. ഈശോ അവിടെയും പറഞ്ഞു, മരിച്ചവരെ സംസ്കരിക്കും, നീ എന്നെ അനുധാവനം ചെയ്യുക. വേറിട്ടതാണ് വിളിയുടെ ജീവിതമെന്ന ഓർമ്മപ്പെടുത്തലാണ് തിരുവചനം നമുക്ക് നൽകുന്നത്. മൺപാത്രങ്ങളിലെ നിധിയാണ് ദൈവം തന്ന ദാനമെന്ന് ഫുൾട്ടൻ ജേഷ്യൻ തൻ്റെ പുസ്തകത്തിൽ കുറിച്ചു വെക്കുന്നുണ്ട്. പൗലോസ്ലീഹ അക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട്. ശ്രേഷ്ഠമായ വിശിഷ്ടമായ ഈ നിധി മൺപാത്രങ്ങളിലാണ് ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഒന്ന് അശ്രദ്ധ കാണിച്ചാൽ, ഒന്ന് താല്പര്യക്കുറവ് കാണിച്ചാൽ, ഒന്ന് പരിഗണന കുറഞ്ഞു പോയാൽ അത് വീണുടഞ്ഞ് ഇല്ലാതെയായി മാറും.
നമ്മുടെ വിളിയുടെ ജീവിതത്തെ നമുക്ക് പുനഃപരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാനുള്ള ആഗ്രഹം, പിന്നിലേക്കില്ല അല്പവും എന്ന ആ വരികൾ നമ്മളെ ശക്തമായ താക്കീതായിട്ട് നമ്മുടെ മുമ്പ് നിൽക്കുകയാണ്. കർത്താവേ, നിന്റെ ശിഷ്യത്വത്തിലെ ബോധ്യത്തോടെ നിലനിൽക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.